ലഹരി ഉപയോഗം തടയാൻ കേരളം ശക്തമായ നടപടികളാണ് എടുക്കുന്നത്. ഏറ്റവും കൂടുതൽ കേസുകൾക്ക് ശിക്ഷാ നടപടികൾ സ്വീകരിച്ചത് കേരളമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ലഹരി ഉപയോഗം തടയാൻ കൃത്യമായ ഇടപെടലുകളില്ലെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. രാഷ്ട്രീയ ലാഭം വെച്ച് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കാതെ ലഹരിക്കെതിരെ സർക്കാരിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്ന് മന്ത്രി എം.പി. രാജേഷ് ആവശ്യപ്പെട്ടു. ലഹരിക്കെതിരെ കൃത്യമായ പ്രതിരോധ നടപടികളാണ് കേരളത്തിൽ സർക്കാർ നടപ്പാക്കി വരുന്നത്. 2024 24,517 പേരെ കേരളത്തിൽ ലഹരി കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസും എക്സൈസും ചേർന്നാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ലഹരി മരുന്നുകൾ ഉപയോഗമുള്ള പഞ്ചാബിൽ 9,734 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ശിക്ഷാ നിരക്ക് കേരളത്തിലാണെന്ന് മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. ഇപ്പോൾ 24,000-ത്തിലധികം പേരെ 24,517 പേര് 2024 കേരളത്തിൽ മാത്രം അറസ്റ്റ് ചെയ്തു. എക്സൈസും പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇന്ത്യയുടെ ഡ്രഗ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന പഞ്ചാബിൽ ആ വർഷം അറസ്റ്റ് ചെയ്തത് 9,734 പേരെയാണ്. ഇതിൻ്റെ 3 ഇരട്ടി ആളെ കേരളത്തിൽ അറസ്റ്റ് ചെയ്തു. ദേശീയ ശരാശരിയേക്കാൾ വളരെ ഉയർന്ന, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ശിക്ഷാ നിരക്ക് മയക്കുമരുന്ന് കേസിൽ കേരളത്തിലാണ്. 98.9%. 100%-ത്തിനടുത്താണ്. പിടിക്കപ്പെടുന്ന പ്രതികളിൽ ഏറെക്കുറെ എല്ലാവരും ശിക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷേ മയക്കുമരുന്ന് ഉറവിടം കണ്ടെത്താൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ട്. ആൻഡമാൻ, തമിഴ്നാട് ഉൾപ്പെടെ മറ്റു സംസ്ഥാനങ്ങളിലെ ഉറവിടത്തിൽ പോയി ലഹരിവേട്ട നടത്തിയത് കേരള എക്സൈസും പോലീസുമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ലഹരി ഉപയോഗത്തിനെതിരെ നിരവധി പദ്ധതികളുമായാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നത്. അതിനൊപ്പം സമൂഹവും ഒന്നിക്കണം. ക്യാമറമാൻ മഹേഷ് പാൽക്കാറിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്.